ഇപ്പോൾ കിട്ടിയ ഒരു ഏറ്റവും പുതിയ വാർത്തയിലേക്ക് ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ഫൈനൽ എത്തിയിരിക്കുകയാണ്. സെമിയിൽ ക്യൂബൻ താരത്തെ വീഴ്ത്തിയാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ഫൈനൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ഉണ്ണി ചേരുന്നു. ഉണ്ണി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്ന് പറയാം. വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായാണ് ഒരു വനിതാ താരം ഗുസ്തിയിൽ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. എന്തെല്ലാമാണ് വിവരങ്ങൾ, ഉണ്ണി? അനുപ്രിയ, തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് 4ാം മെഡലിലേക്ക് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും 4ാം മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യക്കായി. വിനേഷ് ഫോഗട്ട് 4ാം മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഗുസ്തി ഫ്രീ സ്റ്റൈലിൽ 50 കിലോഗ്രാമിൽ ക്യൂബൻ താരത്തെ വീഴ്ത്തിയാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് നടന്നത്. 5-0 വിനേഷ് ഫോഗട്ടിന്റെ ജയമെന്ന് പറയുന്നത്. എന്തായാലും ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് വിനേഷ് ഫോഗട്ട് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ ജപ്പാൻ യുയു സുസാകിയെ മലർത്തിയടിച്ചാണ് വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിലേക്ക് പ്രവേശനം നേടിയത്. അതോടൊപ്പം തന്നെ അവസാന 8-ൽ യുക്രൈൻ താരം ഒക്സാന ലിവാഷിനെ വീഴ്ത്തിയാണ് ഫോഗട്ട് സെമിയിലേക്ക് മുന്നേറിയത്. ആ രീതിയിൽ മികച്ച പ്രകടനം ഈ പാരീസ് ഒളിമ്പിക്സിൽ ഉടനീളം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് വിനേഷ് ഫോഗട്ട്. ഇന്ത്യയുടെ വലിയ മെഡൽ പ്രതീക്ഷ തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ട്. എന്തായാലും ഗുസ്തിയിൽ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഒരു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. 4ാം മെഡലിലേക്ക് ഇന്ത്യ എത്തുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇനി ഏത് മെഡലാണ്, സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയുള്ളത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് വിനേഷ് ഫോഗട്ട് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഗുസ്തിയിൽ ഫൈനലിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് വിനേഷ് ഫോഗട്ട് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതിലൊരു ചരിത്രം കുറിച്ചിരിക്കുന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. യുസ്നെലിസ് ഗുസ്മാൻ എന്നാണ് ക്യൂബൻ താരത്തിന്റെ പേര്. യുസ്നെലിസ് ഗുസ്മാനെയാണ് വിനേഷ് ഫോഗട്ട് മലർത്തിയടിച്ചത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നേട്ടം കൂടി വന്നിരിക്കുന്നു. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ ഫ്രീ സ്റ്റൈൽ 50 കിലോഗ്രാമിൽ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അനുപ്രിയ, ഉണ്ണി, ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധുര പ്രതികാരം കൂടിയാണ്. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള സമരത്തിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു വിനേഷ് ഫോഗട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്, അല്ലേ ഉണ്ണി? തീർച്ചയായും ക്യൂബൻ താരത്തെ സംബന്ധിച്ച് ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല എന്നതാണ്. അദ്ദേഹം ഒരു പരാജയം അറിയാത്തൊരു താരം കൂടിയാണ്. അദ്ദേഹത്തെ മലർത്തിയടിച്ചാണ് ഈ നേട്ടം വിനേഷ് ഫോഗട്ട് സ്വന്തമാക്കിയിരിക്കുന്നതും പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ രീതിയിൽ തന്നെ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ദേശീയ തലത്തിൽ. ഇതെല്ലാം തന്നെ ഒളിമ്പിക് താരങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ക്ഷീണമാകുന്നൊരു കാര്യം, വലിയ പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടം. ഇതെല്ലാം തന്നെ മറികടക്കുന്ന അല്ലെങ്കിൽ പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ ഒളിമ്പിക്സിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട. ആ രീതിയിൽ വിനേഷ് ഫോഗട്ടിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് 4ാം മെഡലാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. 4ാം മെഡലിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയിരിക്കുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ക്യൂബൻ താരത്തെ മലർത്തിയടിച്ചത്. ക്യൂബൻ താരമായ യുസ്നെലിസ് ഗുസ്മാൻ, അദ്ദേഹത്തിന് ഇതുവരെ പരാജയം അറിയാത്ത ഒരു താരം കൂടിയാണ്. അദ്ദേഹത്തെ മലർത്തിയടിച്ചിരിക്കുന്നു എന്നതാണ് വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം. പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ ആയിരുന്ന ജപ്പാനിലെ യുയു സുസാകിയെ മലർത്തിയടിച്ചാണ് ഇന്ത്യയുടെ ഒളിമ്പിക് ചരിത്രത്തിൽ ഇത് 4ാം മെഡൽ ഇന്ത്യ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ട് ഫൈനൽ എത്തിയിരിക്കുകയാണ്.